ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട നാളെ അടയ്ക്കും. രാത്രി 10-ന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഇടവമാസ പൂജകൾക്ക് സമാപനമാകും. 33,000-ഓളം ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ തിരക്ക് കുറവാണ് അനുഭവപ്പെടുന്നത്. മിഥുൻ മുരളി ചേരുന്നു അവിടെ നിന്നും. മിഥുൻ, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. എന്തായാലും ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നതു മുതൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ദിവസം മാത്രമാണ്. നാളെ ഇടവമാസ പൂജകൾക്ക് സമാപനമാകുന്നു. ഇപ്പോഴും എങ്ങനെയാണ് ഭക്തജനങ്ങളുടെ തിരക്ക് അവിടെ? രോഹിണി, സ്വാമി ശരണം. ഈ 5 ദിവസങ്ങളിൽ ഏറ്റവും കുറവ് ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമാണ്. സുഗമമായ ദർശനം ഇന്ന് രാവിലെ എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങളിലും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. പതിവ് പൂജകൾ തുടങ്ങിയ 15-ാം തീയതി 29,000-ഓളം ഭക്തജനങ്ങളും 16-ാം തീയതി 37,000-ഓളം ഭക്തജനങ്ങളും ഇന്നലെ 33,000-ഓളം ഭക്തജനങ്ങളും ശരാശരിക്ക് മുകളിൽ ഭക്തജന തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടെങ്കിൽ ഇന്ന് തിരക്ക് കുറവാണ്, നന്നേ കുറവാണ് തന്നെ പറയാം. ഭക്തജനങ്ങൾക്കെല്ലാം സാവധാനം 18-ാം പടി തൊഴുതു വണങ്ങി കയറി ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. നേരിട്ടുള്ള ദർശനക്രമവും ഒപ്പം ഫ്ലൈ ഓവറും ഉപയോഗിച്ചുകൊണ്ടുള്ള ദർശന രീതിയാണ് ഇത്തവണയും തുടർന്ന് പോകുന്നത്. ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം കൂടുതൽ ഭക്തജനങ്ങൾക്കും നേരിട്ടുള്ള ദർശനം സാധ്യമാകുന്നുണ്ട്. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി നേരിട്ട് ദർശനം സാധ്യമാകുന്ന ദിവസമാണ് ഇന്ന്. ഫ്ലൈ ഓവറും വലിയ ഭക്തജനങ്ങളുടെ തിരക്ക് ഒഴിഞ്ഞ ദിവസമായി ഇന്ന് ഫ്ലൈ ഓവറും മാറുകയാണ്. ഇപ്പോൾ നേരിട്ട് ദർശനം ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി ഭക്തജനങ്ങൾ നേരിട്ട് അയ്യപ്പ ദർശനത്തിന് വേണ്ടി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നേരിട്ടുള്ള ദർശന സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് തിരക്ക് കുറവായതുകൊണ്ട് തന്നെ സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്നു. 18-ാം പടിയിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന അധികം ഭക്തജനങ്ങൾ ഇല്ലാതെയുള്ള 18-ാം പടിയാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സുഗമമായി 18-ാം പടി തൊഴുത് വണങ്ങി മുകളിലേക്ക് കയറി വരുന്നതിനുള്ള അവസരവും ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ചകൾ ഭക്തജന പ്രവാഹമായിരുന്നു, വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടതെങ്കിൽ ഇന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ തിരക്ക് നന്നേ കുറവ് എന്ന് തന്നെ പറയാവുന്ന സാഹചര്യമാണ്. ഫ്ലൈ ഓവറിന്റെ പകുതിയിലധികവും ഭാഗവും സോപാനത്തിനോട് ചേർന്ന ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഭക്തജനങ്ങളെ കാണാൻ സാധിക്കുക. ബാക്കി മുഴുവൻ ഭാഗവും ഒഴിഞ്ഞുകിടക്കുന്ന കാഴ്ചയുമാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ഇന്ന് മറ്റു ഭാഗങ്ങളിലും ഭക്തജനങ്ങളുടെ അങ്ങനെ തിരക്ക് ഒന്നും കാണാനില്ല. ഇന്നലെ വരെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വിവിധ ഭാഗങ്ങളിലെല്ലാം ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങളും വിരിവെച്ച് ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ എല്ലാം വലിയ കൂട്ടമായിരുന്നു ഇന്നലെ സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടിരുന്നെങ്കിൽ ഇന്നങ്ങനെയല്ല. മിക്ക ഭാഗങ്ങളും വിജനമായി തന്നെ കിടക്കുകയാണ്. സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നു. മലയാളികളാണ് ഈ ദിവസങ്ങളിൽ കൂടുതലായി എത്തിയത്. സാധാരണഗതിയിൽ തന്നെ മാസപൂജ സമയത്ത് മലയാളികളാണ് ദർശനത്തിന് കൂടുതൽ എത്തുന്നത്. ഇത്തവണയും മാറ്റമുണ്ടായില്ല. മലയാളികൾ കൂടുതലായി എത്തി. കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി എത്തുന്നുണ്ട്. വേനലവധിയൊക്കെ കഴിയുന്ന മാസമായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുമായി ധാരാളം ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ എത്തുന്നു. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള സോപാനത്തിന് സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ തന്നെ കുഞ്ഞു അയ്യപ്പന്മാരെയും കുഞ്ഞു മാളികപ്പുറങ്ങളെയെല്ലാം ധാരാളമായി ദൃശ്യങ്ങളിൽ കാണാം. അയ്യപ്പ ദർശനത്തിന് വേണ്ടി ഇനി ഏതാനും നിമിഷം മാത്രം കാത്തു നിൽക്കുന്ന സോപാനത്തിന് സമീപത്ത് നിന്നുള്ള കുഞ്ഞു അയ്യപ്പന്മാരുടെയും കുഞ്ഞു മാളികപ്പുറങ്ങളുടെയും എല്ലാം ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പകുതിയിലധികം ഭാഗവും ഫ്ലൈ ഓവറിന്റെ പകുതിയിലധികം ഭാഗവും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്, വിജനമായി തന്നെ കിടക്കുകയാണ്. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നാളെയും സമാനമായ രീതിയിൽ തന്നെ തിരക്ക് കുറയുന്നതിനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് ശബരിമലയിൽ നിന്നും കാണപ്പെടുന്ന കാഴ്ചകൾ. നാളെ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഇടവമാസ പൂജയ്ക്ക് സമാപനമാകും. തിരക്ക് ഈ രീതിയിൽ തന്നെ കുറവായിരിക്കും എന്നുള്ള സാധ്യതകളാണ് കാണുന്നത്. 18-19 ദിവസങ്ങളിൽ രാഷ്ട്രപതിയുടെ സന്ദർശനം ഉണ്ടാകുമെന്ന് നേരത്തെ തീരുമാനിച്ചതിന്റെ പ്രകാരം വെർച്വൽ ക്യൂ ബുക്കിങ്ങിലുമൊക്കെ ആദ്യഘട്ടത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. പിന്നീട് രാഷ്ട്രപതി ഇത്തവണ ദർശനം നടത്തില്ല എന്നുള്ള തീരുമാനം വന്നതിന് ശേഷമാണ് ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലുമൊക്കെ മാറ്റം കൊണ്ടുവന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്നുള്ള അനുമാനമാണ് ഈ ദിവസങ്ങളിൽ തിരക്ക് കുറയാവുന്നതിനുള്ള, നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ കൂടുതൽ എത്തി ഈ ദിവസങ്ങളിൽ തിരക്ക് കുറയുന്നതിനുള്ള കാരണം എന്നാണ് നമുക്ക് വിലയിരുത്താൻ ഉള്ളത്. എന്തായാലും തിരക്ക് കുറഞ്ഞ സന്നിധാനം, ഒപ്പം മഴയുമുണ്ട്. തണുത്ത കാലാവസ്ഥയാണ് രാവിലെ. ഇന്നലെ രാത്രി വരെ ഇടവിട്ട് മഴ, ഇന്ന് പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ഇടവിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും മഴയുണ്ടായിരുന്നു. മഴയും മഞ്ഞും എല്ലാം ചേർന്ന തണുത്ത കാലാവസ്ഥയാണ് സന്നിധാനത്ത്. ആ തണുത്ത പുലരിയിൽ അയ്യപ്പസ്വാമിയെ ദർശിക്കുന്ന ഭക്തജനങ്ങളുടെ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും സാവധാനം തിരക്കൊന്നും കൂടാതെ സുഗമമായി ദർശനം നടത്തുന്ന
ഭക്തജനങ്ങളുടെ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം തണുത്ത ആ ഒരു കാലാവസ്ഥ, സന്നിധാനത്തെ ആ തണുത്ത അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു മഴയൊക്കെ എപ്പോൾ വേണമെങ്കിലും മഴ ഉണ്ടായേക്കാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് സന്നിധാനത്ത് ഉള്ളത്. ഇടവിട്ടുള്ള മഴ ഇന്നലെ പകലുമെല്ലാം ഉണ്ടായിരുന്നു. ഇന്നും ഏത് നിമിഷവും മഴ പെയ്തേക്കും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇരുണ്ട് മൂടിയ കാലാവസ്ഥയാണ്, മേഘാവൃതമായ കാലാവസ്ഥ തന്നെയാണ് രാവിലെ സന്നിധാനത്തുള്ളത്. കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിനുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. എല്ലാ മാസപൂജാ സമയത്തും നമ്മൾ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ് കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിന് വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നത്. ഇത്തവണയും ധാരാളം ഭക്തജനങ്ങൾ കുഞ്ഞുങ്ങളുമായി എത്തുന്നു. ഉഷപൂജയ്ക്ക് ശേഷമാണ് ചോറൂണ് ചടങ്ങ്. അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയും സന്നിധാനത്ത് സോപാനത്തിന് സമീപത്ത് നിന്നുമൊക്കെ കാണാം. ഇനി പതിവ് പൂജകൾ രാവിലെ 5 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനം, നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ. 7:30 ഉഷപൂജ, 1 മണിയോടുകൂടി ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്. പടിപൂജ സമയത്ത് 1.5 മണിക്കൂറോളം ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പടിപൂജ കഴിഞ്ഞിട്ടുള്ള സമയത്ത് വലിയൊരു തിരക്ക്, ഈ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ വലിയ ഒരു തിരക്ക് സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിന് ഉണ്ടായി. രാത്രി 9:50 ഹരിവരാസനം പാടി 10 മണിക്കാണ് നടയടയ്ക്കുക. ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ ഇങ്ങനെയാണ്. തിരക്ക് ഇനി വരും മണിക്കൂറുകളിലും കുറവായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് രാവിലത്തെ കാഴ്ചകൾ സന്നിധാനത്ത് നിന്നും പങ്കുവയ്ക്കാനുള്ളത്. നാളെയും ഒരുപക്ഷെ തിരക്ക് കുറവ് തന്നെയായിരിക്കും. 6000-ഓളം ഭക്തജനങ്ങൾ മാത്രമാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്കും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വരും മണിക്കൂറുകളിലും വെർച്വൽ ക്യൂവും ഒപ്പം സ്പോട്ട് ബുക്കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് എത്തുന്ന ഭക്തജനങ്ങൾ കുറവായിരിക്കും. ഈ 5 ദിവസങ്ങളിൽ ഏറ്റവും കുറവ് ഭക്തജന തിരക്കും ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം, സാവധാനം തിരക്കൊന്നും കൂടാതെ അയ്യപ്പസ്വാമിയെ ദർശിച്ച് ഒരു നിർവൃത്തിയോടുകൂടി മടങ്ങുന്നതിനുള്ള സാഹചര്യമുള്ള ഒരു ദിവസമായി ഇന്ന് മാറുകയാണ്. രോഹിണി. ശരി മിഥുൻ, ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട നാളെ അടയ്ക്കും. രാത്രി 10 ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഇടവമാസ പൂജകൾക്ക് സമാപനമാകും. മിഥുൻ മുരളിയാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.